എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും അതേസമയം വളരെ വിശദവുമായൊരു നിർദ്ദേശത്തെക്കുറിച്ചാണ്. ദ ഡിവൈൻ ഫോഴ്സ് 123 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നോ? കൂട്ടനശീകരണ ആയുധങ്ങളില്ലാത്ത ഒരു പുതിയ ലോകം. അപ്പോ എന്താണ് ഇതിന്റെയെല്ലാം കാതൽ എന്നല്ലേ? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഐക്യരാഷ്ട്രസഭയ്ക്ക്, അതായത് UN-ന് ആത്മീയമായ ഒരു കൗണ്ടർ പാർട്ട്, ഒരു പ്രതിരൂപമുണ്ടാക്കുക. അതാണ് ഇതിന്റെ പ്രധാന ആശയം. ശരി, ഈ വലിയ പദ്ധതി ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചു കാര്യങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം എന്താണ് ലോകത്തിലെ പ്രശ്നമെന്നിവർ പറയുന്നു എന്ന് നോക്കാം. പിന്നെ അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന UB, UUM, UD എന്ന പരിഹാരം. തുടർന്ന് UN-ന് പകരമായി അവർ വിഭാവനം ചെയ്യുന്ന ആത്മീയ സ്ഥാപനം, അത് നടപ്പിലാക്കാനുള്ള 12 ഘട്ട പദ്ധതി, പിന്നെ ഇതുവരെയുള്ള യാത്രയുടെ തെളിവുകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തിനാണ് ഇങ്ങനൊരു പ്ലാൻ ഇപ്പോൾ അത്യാവശ്യമെന്ന് ഇവർ വിശ്വസിക്കുന്നത്? ഈ രേഖയുടെ തുടക്കം തന്നെ വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പോടെയാണ്. അതായത്, ലോകം കൂട്ടനശീകരണ ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു പൂരിതാവസ്ഥയിൽ, ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിരിക്കുന്നു. എന്നിട്ടും കൂടുതലുണ്ടാക്കാനുള്ള മത്സരം ഒരു കുറവുമില്ലാതെ മുന്നോട്ടു പോകുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. ഈ നിർദ്ദേശം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ, അതായത് ഓരോ രാജ്യത്തെ സർക്കാരുകളായാലും എന്തിന് സാക്ഷാൽ UN ആയാലും മനുഷ്യരാശി നേരിടുന്ന ഈ വലിയ ഭീഷണികൾ പരിഹരിക്കാൻ ഇപ്പോൾ പര്യാപ്തമല്ലാതായിരിക്കുന്നു. ഇനി നമുക്കിതിന്റെ പരിഹാരത്തിലേക്ക് വരാം. UB, UM, UD എന്ന് പറയുന്ന ഒരു 3 ഭാഗങ്ങളുള്ള ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഈ UB, UM, UD? അതിലെ ആദ്യത്തേതാണ് UB, അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ, രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അതിരുകൾക്കപ്പുറം നമ്മളെല്ലാവരും ഒരൊറ്റ മനുഷ്യകുടുംബമാണ് എന്ന ബോധം വളർത്തിയെടുക്കുക. രണ്ടാമത്തത് UM, അതായത് യുണൈറ്റഡ് മാസ്റ്റേഴ്സ്. ഇതാണ് ഈ പദ്ധതിയുടെ ഒരു ഹൃദയമെന്ന് തന്നെ പറയാം. ലോകത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകാനായി പുതിയൊരു ആഗോള സമിതി രൂപീകരിക്കുക. അതാണ് UM. അവസാനമായി വരുന്നത് UD, യൂണിവേഴ്സൽ ഡിസാർമമെന്റ്. ഇതാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്ന റിസൾട്ട്. അതായത്, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ 2034ഓടെ ഈ ലോകം പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണം. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ആശയങ്ങളെയും അവർ കാണുന്നത് ഒന്നായിട്ടാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും പോലെ ഇവയെ വേർപിരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. UB, UM, UD എന്നിവ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോ ഈ പറയുന്ന യുണൈറ്റഡ് മാസ്റ്റേഴ്സ് എന്ന സംഘടന എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? നമുക്ക് നോക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിലവിലുള്ള UN-നെ എടുത്തുമാറ്റാനല്ല, പകരം അതിനെ പൂർണ്ണമാക്കാനാണ്. രാഷ്ട്രീയ അധികാരത്തിന്റെ കൂടെ ഒരു ആത്മീയ ശക്തി കൂടി വരുന്നു. ശിവനും ശക്തിയും എന്ന സങ്കല്പം പോലെ ഒന്നും മറ്റൊന്നിന് പൂർണ്ണത നൽകുന്നു. ഈ സംഘടനയുടെ ഘടന നോക്കിയാൽ അത്ഭുതം തോന്നും. ഇതിന് 90 ഘടകങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത്. ഓരോന്നും UN-ന്റെ ഓരോ ഘടകത്തിനും സമാന്തരമായി, പക്ഷേ ആത്മീയമായൊരു തലത്തിൽ. ഉദാഹരണത്തിന് UN സെക്യൂരിറ്റി കൗൺസിലിനും ബദലായി ഒരു UM സ്പിരിച്വൽ കൗൺസിൽ, അതുപോലെ തന്നെ മറ്റുള്ളവരും. ഇനി ഇതിന്റെ ആക്ഷൻ പ്ലാനിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ആശയം ഒരു ടൈം ലൈൻ വെച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഈ മുഴുവൻ അജണ്ടയുടെയും അൾട്ടിമേറ്റ് ടാർഗറ്റ് ഇയർ ഇതാണ്, 2034. ഈ വർഷത്തോടെ കൂട്ടനശീകരണ ആയുധങ്ങളില്ലാത്തൊരു ലോകം എന്ന ലക്ഷ്യം നേടാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അജണ്ട തുടങ്ങുന്നത് തന്നെ വളരെ വേഗത്തിലുള്ള കുറച്ച് സ്റ്റെപ്പുകളോടെയാണ്. 2025 ഡിസംബറോടെ UN-ൽ ഒരു ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. കൂടെ തന്നെ ഈ ആശയങ്ങളൊക്കെ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഭാഗമാക്കണം. അതോടൊപ്പം അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുമായി ചർച്ചകളും ആരംഭിക്കണം. അവിടെ നിന്നും കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് നയതന്ത്രപരമായ മീറ്റിംഗുകളിലൂടെയാണ്. എല്ലാ ആണവ രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തണം. അവസാനം 2026ന്റെ അവസാനത്തോടെ ഈ തത്വശാസ്ത്രത്തിനും ഈ പുതിയ ആത്മീയ സ്ഥാപനത്തിനും ഒരു അനൗപചാരിക അംഗീകാരം UN-ൽ നിന്ന് നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇത്രയും വലിയൊരു അജണ്ടയ്ക്ക് എന്തെങ്കിലും പിൻബലമുണ്ടോ? തീർച്ചയായും. അതിനായി അവർ 2007 മുതൽ നടത്തിയ ശ്രമങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഹാജരാക്കുന്നുണ്ട്. അവർ ഇതിനെ ദിവ്യമായ നാഴികക്കല്ലുകളെന്നാണ് വിളിക്കുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടോളം നീണ്ട പ്രവർത്തനങ്ങളുടെ ഒരു സംഗ്രഹമാണിത്. ഇതിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നും പൗലോ കൊയ്ലോയെപ്പോലുള്ള പ്രശസ്തരിൽ നിന്നും ലഭിച്ച മറുപടികൾ മുതൽ ബോറിസ് ജോൺസന്റെ ഓഫീസ് പോലെയുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി നടത്തിയ ആശയവിനിമയങ്ങൾ വരെയുണ്ട്. എന്തിനധികം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ലഭിച്ച ഓട്ടോമേറ്റഡ് ഇമെയിലുകൾ വരെ അവരിതിൽ നാഴികക്കല്ലുകളായി കണക്കാക്കുന്നു. അപ്പോൾ
നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് കണ്ടതെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? ഒരു ആഗോള പ്രതിസന്ധിയുണ്ട്, അതിനൊരു ആത്മീയ പരിഹാരമുണ്ട്, ആ പരിഹാരം നടപ്പിലാക്കാൻ ഒരു പുതിയ സ്ഥാപനമുണ്ട്, അതിനൊരു കൃത്യമായ സമയബന്ധിതമായ കർമ്മപദ്ധതിയുമുണ്ട്. ഇതാണ് ഈ നിർദ്ദേശത്തിന്റെ ഒരു ചുരുക്കം. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും. ഈ നിർദ്ദേശത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലുപരി ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്ത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ആത്മീയതയ്ക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ?